എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി മലായി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത്രക്കും ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ 1/2 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാണ്ട് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ടാകുമ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാൻ പറ്റും. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. ഇതും ഇവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും പ്രശ്നമൊന്നുമില്ല, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഏലക്കായ്, 2 കഷ്ണം പട്ടയും ഒരു 2 കറാമ്പും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം 3 മീഡിയം സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 പച്ചമുളകും ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഉള്ളിയിലും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല കളറ് മാറി വരുമ്പം അടിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടാകുമ്പോൾ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയിലും ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ട് ആകുമ്പോൾ ആ ചിക്കൻ്റെ കളറെല്ലാം മാറി ഒരു വെള്ള കളറായി വരും. വെള്ളമൊന്നും ചേർക്കണ്ട, ഒരു 2 മിനിറ്റ് ഇവിടെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റായി. ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്ന് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ടാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് ആ പൊടികളെ മണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടാകുമ്പോൾ 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ട് ആ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെക്കണം. ഇനിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ച ആ മിക്സിയുടെ ജാറില്ലേ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കണം. കാരണം അണ്ടിപ്പരിപ്പ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. അതും കൂടിയും ചേർത്താലാണ് ഈ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാവൽ. ഇപ്പോൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടാക്കിയിട്ടാകുമ്പോൾ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അത് അടിപൊളി മലായി ചിക്കൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.